പല ക്ലയൻസിനും ഉള്ളൊരു കൺസേൺ ആണ്. ആദ്യം ചെറുതായിരിക്കുമ്പോൾ കുട്ടികളെ ഭയങ്കര പാമ്പർ ചെയ്ത് വളർത്തിയിട്ട് പിന്നെ വലുതാകുമ്പോഴത്തേക്കും കുട്ടികൾ ഭയങ്കര ഓവർ ഡിപെൻഡന്റ് ആയി പോകുന്നൊരു സിറ്റുവേഷൻ. എന്തൊക്കെയായിരിക്കും ഒരു ഓവർ പാമ്പർ ചെയ്ത് വളർത്തുക എന്ന് പറയുമ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും? ഭയങ്കര കൂടുതലായിട്ടും കുട്ടികൾക്ക് ഡിപ്പെൻഡന്റ് ആയിരിക്കും. അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അവരുടെ ആ ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ വളരെ കുറവായിരിക്കും. അതെ, ഇവരെല്ലാം ചെയ്തു കൊടുത്ത് അതൊരു ശീലമായി വരുന്നവരായിരിക്കും. അപ്പൊ പലപ്പോഴും കുട്ടികൾ വലുതായി കഴിഞ്ഞതിന് ശേഷം അവർ ഇൻഡിപെൻഡന്റ് ആക്കാൻ നോക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പേരൻസ് ഇനി നീ എല്ലാം സ്വന്തമായിട്ട് ചെയ്തോ, ഇനി ഇതും പറഞ്ഞ് എൻ്റെ അടുത്ത് വരണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഡിറ്റാച്ച് ചെയ്യും. അപ്പോൾ അടുത്തൊന്നൊരു റീസൺ വന്നൊരു ക്ലയന്റിന് ഫേസ് ചെയ്യുന്ന ഒരു സിമിലർ ഇഷ്യൂ ആയിരുന്നു. അതായത് കുട്ടി 10 വയസ്സ് കഴിഞ്ഞു, പക്ഷേ ബസ്സിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഇന്ന കുട്ടി എൻ്റെ പെൻസിൽ തിരിച്ചു തരുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള ചെറിയ കൺസേൺസ് പോലും വന്ന് മദറിനെ ഇങ്ങനെ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യുക. മദറിന് ഇറിറ്റേഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, പക്ഷേ കുട്ടിക്ക് അതൊരു ജെന്യുവൻ കൺസേൺ ആണ്. അവരത് കുട്ടീനെ ഇൻഡിപെൻഡന്റ് ആക്കാൻ നോക്കിയത് ഇനി എൻ്റെ അടുത്ത് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ കുട്ടിക്ക് ഭയങ്കര ഒരു ഇമോഷണൽ ഇൻസെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്തു. ഇതുവരെ ഉണ്ടായിരുന്ന മദർ ഇപ്പം എനിക്കില്ല എന്നൊക്കെ ഉള്ളൊരു തോന്നലായി. കുട്ടി ഇങ്ങനെ ഒരു കൺസേൺ വന്ന് പറയുമ്പോൾ ആദ്യം കുട്ടിയുടെ ഫീലിംഗ്സിനെ അക്നോളജ് ചെയ്ത് അവരുമായിട്ട് കണക്ട് ചെയ്യാനും അതിനുശേഷം ഒരുമിച്ച് ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ ഈ പറഞ്ഞ പോലെ സ്ട്രാറ്റജീസ് എന്തൊക്കെ അവിടെ എടുക്കാം, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ റിയാക്ട് ചെയ്യാം എന്നുള്ളത് കുട്ടീനെ കൊണ്ട് തന്നെ സജഷൻസ് പറഞ്ഞ് മാത്രം ബ്രെയിൻ സ്റ്റോം ചെയ്ത് സജഷൻസ് ആഡ് ചെയ്ത് അങ്ങനെ കുട്ടീനെ എക്വിപ്പ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പം ആ ഒരു ട്രാൻസിഷൻ സ്മൂത്ത് ആയാൽ കുട്ടികളെ ശരിക്കും ഇൻഡിപെൻഡന്റ് ആക്കി നമുക്ക് കൊണ്ടുവരാൻ പറ്റും.